നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി ലോൺ മേള സംഘടിപ്പിച്ചു. പാലക്കാട് യാതൊരുവിധ ഈടും വാങ്ങാതെ 50,000 രൂപ വരെ തെരുവോര കച്ചവടക്കാർക്ക് വായ്പ നൽകുന്നുണ്ടെന്നും ഈ അടുത്ത കാലം വരെ 13 കോടിയിലധികം രൂപ തെരുവോര കച്ചവടക്കാർക്ക് വായ്പ നൽകിയിട്ടുണ്ടെന്നും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പറഞ്ഞു. സ്ട്രീറ്റ് വെൽഡേഴ്സ് സെൽഫ് എംപ്ലോയീസ് അസോസിയേഷനും പാലക്കാട് ജില്ലാ ലീഡ് ബാങ്കും സംയുക്തമായി സംഘടിപ്പിച്ച വഴിയോര കച്ചവടക്കാരുടെ ലോൺ മേള സുൽത്താൻപേട്ട കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കബീർ അധ്യക്ഷനായി. പാലക്കാട് ലീഡ് ബാങ്ക് മാനേജർ PT അനിൽകുമാർ മുഖ്യ അതിഥിയായി. NULM പാലക്കാട് നഗരസഭ ഓഫീസർ B സതീഷ് വിഷയാവതരണം നടത്തി. ഇലിയാസ്, സെയ്ദ് ബീരാൻ, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ഉണ്ണികൃഷ്ണൻ, KR ബിർള, മുഹമ്മദ് അഷറഫ്, H നൈസാം, V ഗോപി എന്നിവർ സംസാരിച്ചു. കാണിക്കുന്ന ഒരു രേഖ ഹാജരാക്കിയാൽ ബാങ്ക് നമുക്ക് 10,000 രൂപ നമുക്ക് നൽകുന്നതാണ്. ആ 10,000 രൂപ തിരിച്ചടച്ചാൽ 15,000 രൂപ രണ്ടാം ഗഡുവായും മൂന്നാം ഗഡു 50,000 രൂപ. ഇതായിരുന്നു ഇതുവരെയുള്ളത്. 10, 20, 50 ഇതായിരുന്നു ആദ്യ ഘട്ടത്തിൽ. അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇപ്പൊ 15, 25, 50 ഒരു ഈടുമില്ലാതെ ആകെ സർക്കാർ പറയുന്നത് എന്താ, ബാങ്ക് പറയുന്നത് എന്താ, നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ മതി, അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഈ പദ്ധതി ലക്ഷക്കണക്കിന് തെരുവോര കച്ചവടക്കാർക്കാണ് ഇത് ഉപകാരമായിരിക്കുന്നത്. അതും ഈ പറഞ്ഞ രീതിയിൽ പാലക്കാടിന് അഭിമാനിക്കാവുന്നത് കേരളത്തിലെ 87 നഗരസഭകളിൽ പാലക്കാട് നഗരസഭയാണ് ഏറ്റവും കൂടുതൽ തുക വായ്പയായിട്ട് നൽകിയിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിലുള്ള തെരുവോര കച്ചവടക്കാർക്കാണ് ഏറ്റവും കൂടുതൽ വായ്പ ലഭിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 3-4 മാസം മുമ്പത്തെ കണക്കനുസരിച്ചിട്ട് 13 കോടി രൂപയിലധികം വായ്പ നമ്മുടെ തെരുവോര കച്ചവടക്കാർക്ക് മാത്രം ലഭിച്ചിട്ടുണ്ട്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.